ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു തീയൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ തീയലിന് വേണ്ട കാര്യം എന്തൊക്കെയാണ്? ചെറിയ ഉള്ളി, ഞാൻ കുറച്ച് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഡ്രം സ്റ്റിക്ക്, ഇതെല്ലാം കൂടെ ഞാൻ വേവിക്കുക കേട്ടോ. തക്കാളിയും ഉപ്പ് ഇട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീനാണ് ഞാനിന്ന് തീയൽ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇറ്റ് ഇസ് ചെമ്മീൻ തീയൽ. ഇത് നമ്മുടെ ആലപ്പി സൈഡിലൊക്കെയാണ് തീയൽ ഭയങ്കര ഫേമസ്. അപ്പോൾ അതിന് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ വേവുന്ന സാധനത്തിലേക്ക് ഒഴിച്ച് നമ്മളൊരു തീയലുണ്ടാക്കാൻ പോകും. നമ്മൾ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പച്ചമുളകല്ല വറ്റൽമുളക് ഇടണം. അപ്പോൾ വറ്റൽമുളകൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ വേവിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി വേവിച്ച് വെച്ചിരിക്കുന്ന സംഭവം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ഇടണം കേട്ടോ. ഈ മീൻ കറി ചെമ്മീനൊക്കെ ഇടുമ്പോൾ ഉലുവ വളരെ പ്രാധാന്യമാണ്. നമ്മളിനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെന്ത സംഭവമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ആ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഒന്ന് വേവുന്ന വരെ ഇതിലേക്കൊന്ന് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു കുടംപുളി ഇട്ടിട്ടുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. ചിലർ ഇതിനകത്ത് പുളിയും ഒഴിക്കും, പിടിപുളിയില്ല, അത് ഒഴിക്കാറുണ്ട്. ഞാൻ അതിന് പകരം കുടംപുളിയാണ് ഒഴിക്കുന്നത്. നമ്മുടെ വറുത്തരച്ച ആ തേങ്ങ ഞാനിതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കൊഞ്ചിനധികം വേവൊന്നും വേണ്ട. സോ നന്നായിട്ട് തിളച്ച് നമ്മുടെ കൊഞ്ച് തീയൽ വിൽ ബി റെഡി. ആൻഡ് ഞാൻ തേങ്ങ ഒരുപാടങ്ങ് മൂപ്പിച്ചൊന്നുമില്ല. നമ്മൾ ഒരുപാട് ഒരു എന്താ പറയുക ഡാർക്ക് ബ്രൗൺ ഒക്കെ ആക്കുമ്പോൾ തന്നെ ആവും അതങ്ങ് ഒരു തീയലിന് സാധാരണ എല്ലാവരും ആ കളറാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ലൈറ്റായിട്ട് ഇത് ഫ്രൈ ചെയ്തോളൂ. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് തേങ്ങ ഒരു എന്താ പറയുന്നത് അങ്ങ് മുരിഞ്ഞ വരെ ഇതാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സംവാട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. ഇപ്പോൾ എൻ്റെത് വരും ലൈറ്റ് ഷെയ്ഡാണ്. സോ ഇനി ഇതിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഓക്കെ, നമ്മുടെ കൊഞ്ച് തീയൽ ഇസ് റെഡി. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മഹേഷ് ചേട്ടനോട് പറയുന്നുണ്ട്. യൂഷ്വലി ഞാനിങ്ങനെ ഉണ്ടാക്കി കാണിച്ച് സൈൻ ഓഫ് പറയുന്നതാണ്. പക്ഷേ ഇന്ന് ചേട്ടനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചേട്ടാ എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്യും. സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞേ. ഓസം, സൂപ്പർ ടേസ്റ്റ്, അടിപൊളി അല്ലേ? വാവ് ഗൈസ്, പ്രൊഫഷണൽ. വാവ്. സോ ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആൻഡ് വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ.